ഹലോ ഫ്രണ്ട്സ്, ഞാൻ വന്നിരിക്കുന്നത് ചെറിയൊരു കുഞ്ഞു വീഡിയോ കേട്ടോ. ഈ കൊല്ലം ജില്ലയിലെ പടപ്പുക്കര എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു കുരിശടി ഉണ്ട്, പിന്നെ താഴെ ഞങ്ങളുടെ കുടുംബ വീടാട്ടോ. അപ്പം അങ്ങോട്ടേക്ക് പോകാം. പിന്നെ ഞാൻ ആക്ച്വലി പോകാനായിട്ട് വന്നത് വേറെ സ്ഥലത്താണ്, പക്ഷെ അവിടെ നോക്ക് ചെയ്തുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നു ഡയറക്റ്റ്ലി. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല മനോഹരമാണ്, നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. പിന്നെ എൻ്റെ പണ്ടുള്ള പട്ടിക്കുട്ടി ഉണ്ട്. അതിന് ആക്ച്വലി ഇപ്പോൾ നല്ല വലുതായി. പണ്ടെങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞു. പണ്ട് അത്ര നല്ല ക്യൂട്ടായിരുന്നു, ഇപ്പം എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. കുറേ വർഷത്തിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യാം. അങ്ങനെ ഫ്രണ്ട്സ്, ഞങ്ങളിങ്ങനെ നടന്നു വരുമ്പോൾ അവിടെ ഒരു വേളാങ്കണ്ണി മാതാവിൻ്റെ ഒരു കുരിശടി ഉണ്ട്. അപ്പോൾ ആ കുരിശടിയിൽ കയറി പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. നല്ല അത്ഭുതം കേട്ടോ. ഞങ്ങളെപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നേരെ താഴോട്ട് പോകട്ടോ. താഴോട്ട് ഇറങ്ങുമ്പോൾ ഒരു പ്രത്യേകതയാണ്, തിരിച്ച് കയറുമ്പം ഇതാണ് നല്ല പാടാണ്, പക്ഷേ നല്ല എക്സസൈസ് ആവും കേട്ടോ. അതേപോലെ തന്നെ ഞാൻ ഈ ചില സൗണ്ടൊന്നും കട്ട് ചെയ്യുന്നില്ല, സൗണ്ട് കട്ട് ചെയ്ത് ആ ഒരു ഫീല് പോകും കേട്ടോ. അപ്പോൾ ഞാൻ അത്രയ്ക്കും സൗണ്ടൊന്നും കട്ട് ചെയ്യുന്നില്ല, ചിലത് മാത്രം ആ ഒരു ഇത് കട്ട് ചെയ്യുന്നുള്ളൂ. ഓ, എന്ത് ഭംഗിയാ കാണാനായിട്ട്, ഒരു പ്രത്യേകതയല്ലേ. എനിക്ക് ഇപ്പം തന്നെ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് കാണുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഫീൽ. എന്താ പിന്നെ അടിപൊളിയാട്ടോ. പിന്നെ ഫ്രണ്ട്സ്, ഞങ്ങൾക്ക് ഈ കിക്കിനെ കിട്ടിയതൊരു 1 month ആയപ്പോഴാണ്. ഞങ്ങളുടെ കൂടെ ഏകദേശം ഒരു 1 year വരെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ കിക്കിക്ക് ഒരു 3 വയസ്സൊക്കെ ആയി കാണും കേട്ടോ. ഇപ്പം അവന് ഞങ്ങൾ ഓർമ്മയുണ്ടോയെന്നൊന്നും അറിഞ്ഞൂടാ. പിന്നെ കാരണം കുറേ നാളായില്ലേ കണ്ടിട്ട് ഒക്കെ. പിന്നെ പലരും പറയുന്നതൊക്കെ ഈ ഡോഗ്സിന് ഈ എന്താ പണ്ട് കൂടെയുള്ളവരൊക്കെ ഓർമ്മ ഉണ്ടാവും എന്ന് പറയുന്നത് എനിക്ക് കേട്ടിട്ടുണ്ട്. എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ ഇവരതിൽ കുഴപ്പമില്ല. പിന്നെ ഫ്രണ്ട്സ്, ഞങ്ങൾ നേരെ കിക്കിയുടെ അടുത്തുനിന്ന് ഇങ്ങോട്ടാട്ടോ വന്നേ. ഓഹ് എൻ്റെ പൊന്നെ, എന്ത് ഭംഗിയാ കായലൊക്കെ. ഒരു പ്രത്യേക ഫീലല്ലേ. എന്താ അത് മാത്രമല്ല, ഈ ഒരു വൈകിട്ടൊക്കെ ആകുമ്പോൾ നല്ല കാറ്റാണ്, ഒരു പ്രത്യേകതയാണ്. നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ അറിയാം. ഇവിടെ വന്നിരിക്കുമ്പോൾ ഒരു നാച്ചുറൽ ഭംഗിയല്ലേ, ഒരു പ്രത്യേകത. ഓഹ്, എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര ഒരു ഫീലാണ്. കണ്ടില്ലേ, ഒരു പ്രത്യേകത. നിങ്ങൾ ശരിക്കും വന്നാലേ അവിടെ വന്ന് നിന്നാലേ അറിയാൻ പറ്റുള്ളൂ. ഈ ഫോണിൽ കൂടെ കാണുമ്പോൾ അത്ര വലിയ ഇത് തോന്നൂല, ഒരു രസമൊന്നും തോന്നൂല കേട്ടോ. ഈവനിങ് രാത്രി ഒക്കെ ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് പിന്നെ ഫ്രണ്ട്സ്, ഞങ്ങളുടെ വീടിൻ്റെ ബാക്കിൽ ഒരു കുന്ന് പോലെ ആട്ടോ, ഒരു മല പോലെ. ആക്ച്വലി ഞാൻ നേരത്തെ സ്റ്റെപ്പ് ഇറങ്ങിയല്ല വന്നത്, ഡയറക്റ്റ് കുന്നിറങ്ങി വരാനും പറ്റും. ഞാൻ സ്റ്റെപ്പ് ഈസി ആയിട്ടുള്ള വെയിൽ കൂടി ആട്ടോ വന്നത്. ഇതൊരു പ്രത്യേക ഒരു ഫീലില്ലേ, നല്ല ഭംഗിയാണ് ആ ഒരു മഴയും അതൊക്കെ കാണാനായിട്ട്. വീഡിയോ